ഇന്ന് എനിക്ക് ഗ്ലൂക്കോസ് ടെസ്റ്റ് ഉള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ചെറുപയർ കഞ്ഞി കുടിച്ചിട്ട് ഞാനും അച്ഛനും കൂടിയിട്ട് പോകാനായിട്ട് ഇറങ്ങാണ്. അപ്പോൾ നേരെ അയ്യന്തോൾക്ക് തന്നെ കൊണ്ടുവന്നാക്കാനാണ് കേട്ടോ അച്ഛൻ വരണത്. അപ്പോൾ പോണ വൈകിട്ട് മിഥുനേനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ ശക്തനിൽ ഇറക്കിയിട്ട് ഞങ്ങൾ നേരെ അയ്യന്തോൾക്ക് വീട്ടിലേക്കാണ് പോണത്. അപ്പോൾ പോണ വൈകി ഞങ്ങൾക്ക് നല്ല ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. റെയിൽവേയുടെ അവിടെ നല്ല ബ്ലോക്കായിരുന്നു. കുറച്ച് നേരം അവിടെ കിടക്കേണ്ടി വന്നു. അതിനിടെ അച്ഛൻ എന്നെ വീട്ടിലേക്ക് ആക്കിയിട്ട് അച്ഛൻ പോകാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അമ്മ പോകാനായിട്ട് ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങണം. അപ്പോൾ അതും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമാണ് അമ്മനെ കൊണ്ടുവന്നാക്കണം. അപ്പോൾ അമ്മ ടാറ്റയൊക്കെ തന്നിട്ട് അമ്മ പോയിട്ടോ. അപ്പോൾ ഞാൻ ഇരുന്ന് ചപ്പാത്തിയും ചിക്കനും കണ്ടപ്പോൾ അതിരുന്ന് കഴിക്കുകയാണ്. പറഞ്ഞുകൊണ്ടിരിക്കില്ല അതും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു കായക്കൊലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ. അപ്പോൾ അത് അകത്തേക്ക് കൊണ്ടുവന്ന് നിൽക്കുകയാണ്. ഞാൻ ഉച്ചയായപ്പോൾ ഞാൻ നേരെ ഓഫീസിലേക്കാണ് പോയത്. ഓൾറെഡി ഞാൻ ലീവാണ്. എന്നാലും നമ്മുടെ ഓഫീസിൽ ന്യൂ ഇയർ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രണ്ടുപേരും ലീവാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടിട്ട് റിൻഡു അഞ്ജനേച്ചിയുടെ ബാക്കിൽ വിളിച്ച് നിൽക്കുകയാണ് ചെയ്യണേ. അപ്പോൾ ഇതാണ് അഭിചേട്ടൻ ആദ്യം കാണിച്ചതായിരുന്നു കേട്ടോ ഡോണറ്റ്. അപ്പോൾ ഞങ്ങളിത് എല്ലാവരും കൂടിയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. ബിരിയാണിയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു രണ്ട് കേക്ക് ഉണ്ടായിരുന്നു. 2 കേക്കും കട്ട് ചെയ്യാനായിട്ട് നിന്നു. കട്ട് ചെയ്ത് കഴിച്ച് ഞാൻ കുഞ്ഞൊരു വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും അതും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് വിറ്റയിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഗ്ലൂക്കോസ് ടെസ്റ്റും ബ്ലഡ് ടെസ്റ്റും ഒക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേപോലെ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് നിന്നിട്ട് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട്. നമ്മൾ എല്ലാ പ്രാവശ്യം ഇങ്ങോട്ട് തന്നെ കേട്ടോ വരാറുണ്ടായിരുന്നത്. ഞാൻ ബ്ലഡും യൂറിനൊക്കെ കൊടുത്തു. പക്ഷേ എനിക്ക് ഗ്ലൂക്കോസ് ടെസ്റ്റ് പാസ്സാകാൻ പറ്റിയില്ല. ഞാനത് ഛർദ്ദിച്ച് പോകാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണമായിരുന്നു. പക്ഷേ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഞാനത് ഛർദ്ദിച്ച് പോയി. കാരണം നാളെയും വരണം. അപ്പോൾ ഇതേപോലെ ആർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഭയങ്കര പാടായിരുന്നു ഗ്ലൂക്കോസ് ടെസ്റ്റ്. അപ്പോൾ ഞാൻ ആകെ ക്ഷീണിച്ചു. അച്ഛനെ വിളിച്ചപ്പോൾ അപ്പോൾ അതിൻ്റെ അച്ഛൻ വേഗം വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബാറ്ററി അച്ഛൻ്റെ വണ്ടിയുടെ കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് സുധീർ പാപ്പനെ അവിടെ കൊണ്ടിട്ട് വണ്ടിയും കൊണ്ടിട്ടിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോന്നു കേട്ടോ. വന്നപ്പോൾ ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വന്നു കേട്ടോ. എനിക്ക് ആകെ ഭയങ്കര ക്ഷീണമായി പോയി ഛർദ്ദിച്ച് കഴിഞ്ഞപ്പോഴേ. അപ്പോൾ അച്ഛൻ നിന്നിട്ട് ഡബിൾ ബുൾസൈക്കാണ് ഉണ്ടാക്കണത്. ഞങ്ങളോടൊക്കെ വേണമെന്ന് ചോദിച്ചു. പക്ഷേ എനിക്ക് ഇപ്പോൾ തിന്നാനായിട്ട് മൂഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കഴിച്ചില്ല. അവരൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ആർക്കും ഡബിൾ സൈഡ് ഇഷ്ടമുള്ളൂ, സിംഗിൾ സൈഡ് ഇഷ്ടമില്ല കേട്ടോ. അപ്പം അച്ഛൻ ഡബിൾ ബുൾസൈക്ക് ഉണ്ടാക്കിയിട്ട് എന്താ പറയുക കഴിക്കാനാണ് പോണത്. അപ്പോൾ അതിൻ്റെ പിന്നാലെ അമ്മ മീനൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പം മീൻ വറുക്കാനാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് നമുക്ക് വലിയ ചാള കിട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ എപ്പോഴും കുഞ്ഞു പൊടിച്ചാളകളാണ് കിട്ടാറ് കേട്ടോ. ഈ പ്രാവശ്യം വലിയ ചാള കിട്ടിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ സന്തോഷത്തിലാണ് ഞാനും വച്ചു. അപ്പോൾ അത് മീൻ വറുത്തിട്ട് വേണം ഇനി ചോറിനാനായിട്ട്. അപ്പോൾ മീൻ വറുക്കാനൊക്കെ ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ളത് ഞാൻ നേരെ പാത്രത്തിലാക്കിയിട്ട് ഫ്രീസറിലേക്ക് വെക്കാനാണ് പോണത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഇവിടെ വന്ന പാത്രങ്ങളും സിങ്കിലുള്ള കിടക്കുന്ന പാത്രങ്ങളും അച്ഛൻ വന്നൊന്ന് കഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ അടുക്കളയിൽ നിന്ന് പണിയെടുക്കുമ്പോൾ ഇതേപോലെ പാത്രങ്ങളൊക്കെ കഴുകാൻ വന്നു കഴിഞ്ഞാൽ അച്ഛൻ വന്ന് തന്നെ കഴുകി തരും. അത് നമ്മൾ പറയുന്നും വേണ്ട, അച്ഛൻ തന്നെ ചെയ്യും കേട്ടോ. അത് തന്നെ നമുക്കൊരു സന്തോഷവും ആശ്വാസമൊക്കെയാണ് പണിയോട് എടുക്കുമ്പോൾ തന്നെ. അപ്പോൾ പാത്രത്തിലാക്കിയിട്ട് ഞാൻ നേരെ ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ മീൻ വറുത്തൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോറിനാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ എല്ലാവരും കൂടി. വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.